ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഷൂട്ടിങ്ങിനുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വിഷ്ണു, ക്യാമറാമാൻ ഡോണിയ, പ്രൊഡ്യൂസർ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. കുറച്ച് കോസ്റ്റ്യൂംസൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കാം. ഓക്കെ. അപ്പോൾ ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുറച്ച് മലയാളികളൊക്കെ ചേർന്നിട്ട് ഇവിടെ ഒരു ജർമ്മനിയിൽ ഞങ്ങളൊരു വീഡിയോ സോങ് ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ സോങ്ങിൻ്റെ പേര് ലീബെ എന്നാണ്, ഒരു ജർമ്മൻ പ്രണയകഥ. അപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പാണ് ഞങ്ങളത് ചെയ്തത്. അപ്പോൾ ഞാനും ജെയ്സൺ അലക്സ് എന്ന് പറഞ്ഞൊരു പുള്ളിയും കൂടി ചേർന്നിട്ടാണ് ഞങ്ങളത് ഒരുമിച്ച് അതിൻ്റെ ലിറിക്സും അതിൻ്റെ ഒരു മെലഡിയും ഒക്കെ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് പരിചയമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർക്ക് അത് കൊടുത്തു, സൂരജ് സുരേന്ദ്രൻ. പുള്ളി അത് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ സോങ്ങായിട്ട് ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞങ്ങൾ സിംഗറിനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഐറാൻ എന്ന് പറയുന്ന ഒരു സിംഗറിനെ കിട്ടിയത്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ഒരു അപ്കമ്മിങ് ആയിട്ടുള്ളൊരു സിംഗറാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ സോങ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അലരെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ഭയങ്കര ഹിറ്റായിരുന്നു. ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ പുള്ളി പാടാമെന്ന് പറഞ്ഞു. അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ പുള്ളി ഞങ്ങളുടെ പാട്ട് പാടി. നാട്ടിലായിരുന്നു എല്ലാം ചെയ്തത്. അപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി, ഇത് നല്ലൊരു പാട്ടായിട്ട് വരുമെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞങ്ങൾ ഒന്നുകൂടി നല്ല രീതിയിൽ, ചെറിയൊരു രീതിയിൽ വീഡിയോ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഞങ്ങൾ ആലോചിച്ച് വന്നാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്കൊരു നല്ലൊരു സൂപ്പർ വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നായികനെ തപ്പണം, ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കണം, ഒരു വീഡിയോ സോങ് ചെയ്യുന്ന എല്ലാ പ്രിപ്പറേഷൻസും ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. കുറേ സമയമെടുത്തു സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ ആയിട്ട്. കാര്യം നമ്മളത് വീഡിയോ സോങ്ങിൽ അത്ര പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അത്ര എക്സ്പേർട്ട് അല്ലായിരുന്നു ഞങ്ങൾ. അപ്പോൾ കുറച്ച് സമയമെടുത്ത് സ്ക്രിപ്റ്റൊക്കെ എഴുതി, കോസ്റ്റ്യൂംസ്, അതിൻ്റെ ലൊക്കേഷൻസ്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ തന്നെയായിട്ട് പല സ്ഥലങ്ങളും ജർമ്മനിയിൽ കാണാൻ പോയിരുന്നു. Then after that we make it a little bit lighter and then towards the end when you look the last the second time at her. Maybe at no, the first second time only. There is only one phrase. Okay. You just look at him, he'll raise his hand. hand. He will raise his hand. Yeah. Or the second goes. Maybe or I say a Sandro, so you can. So we try it with, I just do once at the beginning. And then I say, And then you say, and then I do once. Yeah, that like fine, when you, yeah, maybe. All right. Maybe a little bit. Yeah. Yes, slowly. 1, 2, 3, go. Sandro. Sandro. 2, 1, go. പല ലാൻഡ്സ്കേപ്സും ഞങ്ങൾ ഷൂട്ടിങ്ങിനായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നായകനും നായികനെയും തപ്പാനുള്ള ഒരു ഓട്ടത്തിലായി.
അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു നായികേനെ, കാര്യം ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിൽ എന്തായാലും ജർമ്മനിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ജർമ്മൻ ഗേളോ അല്ലെങ്കിൽ ഫോറിൻ ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു പാട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അലീന കോവൽചുക്കിലേക്ക് എത്തിയത്. അലീന ഒരു വിഷ്വൽ ഡിസൈൻ സ്റ്റുഡൻ്റാണ്. ഞാൻ പഠിച്ച അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വേറെ കോഴ്സ്. അപ്പോൾ അലീന ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ അലീന ഓൾറെഡി ഡാൻസും ഡ്രോയിങ്ങും എല്ലാം പാട്ടും എല്ലാം ചെയ്യുന്നൊരു മൾട്ടി ടാലൻറ്റഡ് കുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അലീന സമ്മതിച്ചു. കാര്യം പാട്ട് ഇഷ്ടപ്പെട്ടു, ഒന്നും മനസ്സിലായിട്ടല്ല എന്നാലും അതിൻ്റെ ഒരു വൈബുണ്ട് പാട്ടിൻ്റെ, അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അലീന ഞങ്ങളുടെ ഇതിൽ ഇന്നായി വീഡിയോയിൽ. പിന്നെ അടുത്തത് നമുക്കൊരു നായകനെ വേണമായിരുന്നു. അപ്പോൾ നായകനെ തപ്പി ഞങ്ങൾ കുറേ അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചെറിയൊരു കാസ്റ്റിംഗ് കോൾ പോലെ നമ്മുടെ മല്ലൂസ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കണം. അതിനകത്ത് ഞങ്ങൾ ചെറിയൊരു ഒരു ഡാഡ് പോലെ കൊടുത്തായിരുന്നു. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു നായകനെ തപ്പുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്തു. അതിൽ ഞങ്ങൾ ഒരാളെ സെലക്ട് ചെയ്തു, ക്യാപ്റ്റൻ തോന്നിയ ഒരാളെ. ഒരു ഹിന്ദി മലയാളിയാണ്, പുള്ളിയുടെ പേര് ഹിതേഷ് നായർ. പുള്ളി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ജർമ്മനിയിൽ. അപ്പോൾ ഒരു മോഡലും കൂടിയാണ്. അപ്പോൾ അതും ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പോൾ അലീനയും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഫിലിം ഇതിൽ അല്ലെങ്കിൽ മ്യൂസിക്, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫിയിലൊക്കെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ. ഹിതേഷ് അതുപോലെ തന്നെ മോഡലിങ്ങിൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നപ്പോൾ അതൊരു കറക്റ്റ് ഒരു ബ്ലെൻഡായിരുന്നു. But you have to love me too. But I love music more than you. Okay, fine. Rolling. You're like a child, you know? थोड़ा क्यों? You're like a child. You cannot. क्यों ऐसा नहीं होता? ऐसा नहीं होता बिल्कुल भी नहीं होता ऐसा. No. नहीं होता. No. मैं तुमसे प्यार करता हूँ, तुमको पता है? नहीं, ऐसा नहीं है. Rolling. Okay. Yeah, start. Ну скажи мне что-нибудь. ऐसा नहीं Как होता है. хватит ऐसा уже. नहीं होता. तुम बताओ मुझे क्या कारण है? Почему ты орешь на меня? ये नहीं होता ऐसा. Ты вообще твою гитару вообще давно уже нафиг तो क्या हो गया? послала. तो क्या हो Не गया? надо बताओ меня मुझे. здесь ऐसा орать. नहीं होता बिल्कुल. Иди и сам уходи, понял? Malik, that's fine. Rolling. Anyone's like ആ വൈഡ് ഈ സൈഡിലോട്ട് എടുക്കണം. പിന്നെയായിരുന്നു ഞങ്ങളുടെ അടുത്ത ചലഞ്ച്, ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ മെയിൻ പ്രൊഡ്യൂസർ എന്ന് പറയാം, ഞാൻ ഒരു ചിന്ന പ്രൊഡ്യൂസറാണ്. മെയിൻ പ്രൊഡ്യൂസർ വന്നു. മെയിൻ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയതും. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഇതിൻ്റെ മെലഡി ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ ട്യൂൺ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ മിക്ക എക്യുപ്മെൻറ്റ്സും ലൈറ്റ് തൊട്ട് അതിൻ്റെ ലെൻസ്, ക്യാമറ എല്ലാം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു. കാര്യം അതൊരു ഫ്യൂച്ചറിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണല്ലോ. പിന്നെയുള്ള അടുത്തൊരു ചോദ്യമായിരുന്നു ക്യാമറ ആര് ചെയ്യുന്നുള്ളത്. കാര്യം എനിക്കങ്ങനെ ക്യാമറ ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ കുറച്ചും കൂടി അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിലാണ് നിൽക്കാൻ താല്പര്യം, അതുപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനും താല്പര്യം. അപ്പോൾ
ക്യാമറ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് അറിയുന്ന ഒരാൾ വേണം. അപ്പോഴാണ് നമ്മൾ വിഷ്ണുവിനെ പരിചയപ്പെട്ടത്. വിഷ്ണു ജെയ്സൺ ചേട്ടനെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വിഷ്ണു ഞങ്ങളുടെ ടീമിൽ ഇന്നായി. വിഷ്ണു ഓൾറെഡി നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, എഡിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വിഷ്ണു ഞങ്ങളുടെ ടീമിൽ ഇന്നായി. പിന്നെ ഞങ്ങൾ ഡിസ്കഷൻസ് ആയി, എങ്ങനെ ചെയ്യണം പാട്ട്, ഏത് ലൊക്കേഷൻസ് നോക്കണം. ഞങ്ങൾ കുറേ ലൊക്കേഷൻസ് പോയി നേരിട്ട് പോയി കണ്ടു. കുറേയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചു നല്ല നല്ല സീനറീസ്. കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. വലിയൊരു പ്രിപ്പറേഷൻ ഇതിന് വേണ്ടി വന്നിരുന്നു. കാര്യം നമ്മൾ നല്ലൊരു പാട്ട് ചെയ്തിട്ട് അതും നല്ലൊരു ലൊക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ജർമ്മനി എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥലം. ജർമ്മനിയിൽ ഞങ്ങളത് ഒതുക്കിയത് കൊറോണ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറയുന്ന വലിയൊരു സ്ഥലത്തോട്ട് ഞങ്ങൾ ചിലപ്പോൾ വ്യാപിച്ചേനെ ചിലപ്പോൾ. പക്ഷേ കൊറോണ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ജർമ്മനിയിൽ തന്നെ എല്ലാം ഷൂട്ടിങ് ജർമ്മനിയിൽ തന്നെ ആക്കാമെന്ന് ഫിക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ ലൊക്കേഷൻസ് കണ്ടു. അപ്പോൾ അതിൽ ഞങ്ങൾ കോബ്ലൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലം സെലക്ട് ചെയ്തിരുന്നു. മാൻഹൈം എന്ന് പറഞ്ഞൊരു സിറ്റി സെലക്ട് ചെയ്തിരുന്നു. പിന്നെ ഫുൾഡ എന്ന് പറഞ്ഞൊരു സ്ഥലം സെലക്ട് ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അവിടെ ആയിരുന്നു പല പല സമയങ്ങളിലായിട്ടായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ ഡ്രോൺ ഷോട്ട്സ് എടുത്തിരുന്നു. അതിൽ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കുന്ന സമയത്ത് ആക്ച്വലി ഡ്രോൺ അറിയാതെ മരങ്ങളുടെ ഇടയിൽ പോയി. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഡ്രോണിന്. പിന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത കുറച്ച് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീന, പിന്നെ ആൻമേരി, ഇവരൊക്കെ നഴ്സുമാരാണ്. ഇവരുടെ സ്ഥലത്തൊക്കെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്, നായകനും നായികയൊക്കെ. കാര്യം ജർമ്മനിയിൽ നമുക്കൊരു അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ കുറേ ഹെൽപ്പൊക്കെ ഞങ്ങൾക്ക് കുറേ മലയാളികളുടെ ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മലയാളികളുണ്ടായിരുന്നു ജർമ്മനിയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പാട്ട് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. കാര്യം ഞങ്ങൾക്ക് നല്ലൊരു ആക്ടേഴ്സും നല്ല ആൾക്കാരായിരുന്നു. ഞങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് സൈഡിലും നല്ല രീതിയിൽ ചെയ്യാനും പറ്റി. സപ്പോർട്ട് ചെയ്യാനും കുറേ മലയാളികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഇപ്പം നന്ദി പറയാണ്. കാര്യം ഇതൊരു ടീം എഫേർട്ട് തന്നെയാണ്. കാര്യം ഞങ്ങൾ ഒരാഗ്രഹമായിരുന്നു എൻ്റെയും ജെയ്സൺ ചേട്ടൻ്റെയും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ഫൈനലി പോസിബിൾ ആയത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നപ്പോഴാണ്. അല്ലെങ്കിൽ അതൊരിക്കലും പോസിബിൾ അല്ല. ജർമ്മനി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു വീഡിയോ സോങ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി എക്സ്പെൻസീവും ആണ്. അതുപോലെ തന്നെ ഇത്തിരി റെസ്ട്രിക്ഷൻസ് കുറേ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് സപ്പോർട്ട് നല്ല രീതിയിൽ വേണമായിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഐറാൻ പോലെയുള്ള നല്ലൊരു സിംഗറെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റേഞ്ച് തന്നെ മാറി. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീഡിയോയിലും അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അതിന് സാധിക്കാൻ പറ്റി സാധിച്ചു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് കുറേ പേരോട് നന്ദി പറയാനുണ്ട്. കാര്യം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരു പള്ളിയിലെ ഷൂട്ടിങ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അപ്പോൾ അവിടെ ആ പള്ളി തന്നെ മുഴുവനായിട്ട് ഞങ്ങൾക്ക് മൊത്തം ദിവസത്തേക്ക് തന്ന ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ ആലിസ്. അപ്പോൾ സിസ്റ്റർക്ക് വലിയൊരു നന്ദി പറയാണ്. അതുപോലെ തന്നെ ഇതൊരു നന്ദി പ്രസംഗമല്ല, എന്നാലും ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എല്ലാവർക്കും ഒരു താങ്ക്സ് പറയണം എന്നുള്ളത്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ ആക്ച്വലി ഇത് കഴിഞ്ഞ് ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി, മീഡിയ ബാൻ. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു പ്രൊഡക്ഷൻ ടീം പോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്, മീഡിയ ബാൻ പ്രൊഡക്ഷൻസ്. അപ്പോൾ മീഡിയ ബാൻ പ്രൊഡക്ഷൻസിന് ഇനിയും വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങൾ കുറേ രീതിയിൽ പല സ്ഥലത്തുനിന്നും പല ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഈ മേക്കിംഗ് വീഡിയോ അവർക്കൊക്കെ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇനിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് മീഡിയ ബാൻ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജസിൽ കാണാം. ഞങ്ങളുടെ പുതിയ പാട്ടും
എല്ലാ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഫോളോ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. കുറേ നാൾ ഞാൻ വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല, അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.